ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1795. ഇന്ന് നവംബർ മാസം 29-ാം തീയതി 334-ാമത്തെ ദിവസത്തിലെത്തി. ആ യുവാവ് യേശുവിന്റെ സന്നിധിയിൽ നിന്ന് മടങ്ങിപ്പോയത് ഏറെ ദുഃഖത്തോടും ഭാരത്തോടും കൂടിയായിരുന്നു. ഒട്ടും ആശ്വാസമോ വിമോചനമോ ആഹ്ലാദമോ ഒന്നും അയാൾക്ക് കിട്ടിയില്ല. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 22-ൽ ഇങ്ങനെ ഇന്നും ദൈവസന്നിധിയിൽ നിന്ന് വ്യസനത്തോടുകൂടി സങ്കടത്തോടുകൂടി ഒന്നും കിട്ടാത്തതിന്റെ പേരിൽ മടങ്ങുന്നവരുണ്ട്. ഒന്നും കിട്ടാത്തതിന്റെ പേരിലല്ല, ഒന്നും ത്യജിക്കാനായിട്ട് തയ്യാറാവാത്തതിന്റെ, കുറെ ത്യാഗങ്ങൾ ബോധപൂർവം ഏറ്റെടുക്കാനായിട്ട് താല്പര്യമില്ല. എല്ലാവർക്കും സ്വന്തം സൗകര്യത്തിന് സ്വന്തം സ്വാർത്ഥതയ്ക്ക് അനുസരിച്ചുള്ള ദൈവിക ഇടപെടലുകളാണ് ആഗ്രഹിക്കുന്നത്. സാഹചര്യങ്ങളും സംവിധാനങ്ങളുമെല്ലാം അവനവന്റെ സുഖസൗകര്യത്തിനനുസരിച്ച് ഇങ്ങനെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിലെ ഗൂഢ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ദൈവത്തെ പോലും കൈകാര്യം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. റിമോട്ട് അത് നമ്മുടെ കയ്യിൽ തന്നെ വേണം. ദൈവം പിന്നെ അനുസരിക്കാൻ മാത്രം ബാധ്യസ്ഥനായി മാറുന്നു. ഏത് ദൈവത്തെ കൂട്ടുപിടിക്കുമ്പോഴാണ് എന്റെ ഈ നിഗൂഢമായ ചെയ്തികളൊക്കെ ന്യായീകരിക്കപ്പെടുക എന്നതാണ് ആരുടെയൊക്കെയോ ആലോചനയും അന്വേഷണവും ഒക്കെ. അതേ, ക്രിസ്തു അനുയായികളുടെ ഏറ്റവും വലിയ ഒരു അന്വേഷണം അതുതന്നെയാണ്. എങ്ങനെയാണ് യേശുവിനെ കൊണ്ട് എന്റെ ചെയ്തികളെയൊക്കെ ഒന്ന് ന്യായീകരിച്ച് അംഗീകരിപ്പിച്ചെടുക്കുക? തന്റെ ഇഷ്ടങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടങ്ങളായിട്ട് ദുർവാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഷ്ടമാണ് അല്ലേ? ഇങ്ങനെ ദൈവത്തെ അവനവന് പാകപ്പെട്ട വിധത്തിലേക്ക് ചെറുതാക്കി 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 കൊണ്ടുവരാൻ നമ്മൾ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവത്തിന് പാകമായ ഒരളവിലേക്ക് നമ്മൾ വളരുകയും മുതിരുകയും ഒക്കെ ചെയ്യാം. അവിടെയും ഒരു ചെത്തിമിനുക്കുകളൊക്കെ ആവശ്യമാണ്. ത്യജിക്കേണ്ടത് ത്യജിച്ചും പുതുതായിട്ട് ഏറ്റെടുക്കേണ്ടതൊക്കെ ഏറ്റെടുത്തും വേണ്ടേ? ചെറുപ്പക്കാരൻ യേശുവിന്റെ അടുക്കൽ നിന്ന് മടങ്ങിപ്പോയത് നമ്മൾ ഈ സുവിശേഷ ഭാഗത്ത് കാര്യമായി ഒന്ന് വായിക്കേണ്ടതാണ്. വ്യസനത്തോടുകൂടിയുള്ള സങ്കടത്തോടുകൂടിയുള്ള ദൈവസന്നിധിയിൽ നിന്നുള്ള അവന്റെ മടക്കയാത്ര. പ്രാർത്ഥനയോടുകൂടി ആമേൻ.